താ ഞാൻ ചെയ്യാം. കരയാതെ, സാരല്ല കറുപ്പി. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഇട കൊടുക്കരുത്. നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്രയല്ലേ കഴിയൂ. ഇട കൊടുക്കാതിരിക്കുക. കരയാതെ. കുമാരോ, ഒന്ന് വേഗം വലിച്ച് അടുപ്പിക്കണ്ട കുമാര. ആ, അമ്പലപരിപാടി അല്ല എങ്ങനെ ഉണ്ടായിന് പറയതേ? തരക്കേടില്ലായിരുന്നു. നീയായിരുന്നാ? നിന്റെ അച്ഛൻ്റെ സൂക്കേട് എങ്ങനെയുണ്ട് ഗോപാല? കുറവുണ്ടാ? ഓ, ഒരു കുറവില്ലാന്നേ. അങ്ങനെ തന്നെ കിടക്കുക. അല്ല, ഇത്തവണ പൊതുവാള് കുറച്ച് നേരത്തെയാണല്ലോ. കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. കുന്നത്തൂർ പാടി ഉത്സവം തുടങ്ങണതിന് മുമ്പ് എനക്ക് അവിടെ എത്തണപ്പാ. ആ, ഒന്ന് നേരെ വലിക്കടോ. ഗോപാല, ഒന്ന് ഇത് പിടിച്ച. ഒന്ന് നടക്കുരാകവ. മുത്തപ്പ, രവിയേ, എനക്കൊരു ചായ എടുത്തോ. എന്തൊക്കെയുണ്ട് പൊതുവാളെ വിശേഷങ്ങൾ? കണ്ണൂരും പയ്യന്നൂരും ഒക്കെ കുഴപ്പമാണെന്നാണല്ലോ കേൾക്കണത്. അതൊക്കെ രാഷ്ട്രീയക്കാരൻ്റെ കളിയല്ലടൂ. പണിയെടുത്ത് ജീവിക്കണം നമ്മക്കല്ലേ. ഏടാന്ന് മാത്രം അതിന് നേരവും. രാഷ്ട്ര സുഖന്നല്ലേ? ആ, സുഖം. എൻ്റെ മംഗലം കഴിഞ്ഞു അല്ലേ? ആ, കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ കോളൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ. അതിനെന്താ പൊതുവളെ, നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? നമുക്ക് കൂടാം. കൂടാം. നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു. ഇന്ന് രാത്രി പാട്ടും കുത്തുമായൊന്ന് തകർക്കണം. അതിനെന്താടോ, തകർക്കാലോ. അപ്പം ഞാൻ നമ്മുടെ പണി തുടങ്ങട്ടെ. ആ നാരായണൻ്റെ വീട്ടിലൊന്ന് കയറണം. ആടെ കുറച്ച് പാത്രം കൊടുക്കാനുണ്ട്. ശരി, ചെല്ല്. കുറച്ച് പൈസ കുറവുണ്ട്. അടുത്ത തവണ വരുമ്പോ അതിനൊന്നുമില്ലപ്പാ. നിങ്ങളെ പ്രയാസം എനിക്ക് അറിഞ്ഞൂടെ? ഒന്ന് പിടിച്ചേ. ആ വാസുവിൻ്റെ വീട്ടിലൊന്ന് കയറണം. വാസുവേ,
വാസുവേട്ടനില്ലല്ലോ. ആഹാ. പുൽപ്പള്ളി പോയതാ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന്. അനസൂയമോക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഒരു തമല വേണമെന്ന് വാസു കഴിഞ്ഞവണ കണ്ടപ്പോൾ പറഞ്ഞേന്. പിന്നെതാ നിങ്ങൾ പറഞ്ഞ ഉരുളി. പൊതുവാള് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ. മൂപ്പര് വരാൻ ഉച്ച തിരിയും. നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങൂ. പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ. പൈസ ഇപ്പം ആരാ ചോദിച്ചത്? ആ കണക്കെല്ലാം ഞാൻ മൂപ്പരുമായിട്ട് ആയിക്കോളാം. ഇന്നൂന്നെല്ലാം തുടങ്ങിയാണ് വാസുവായിട്ടുള്ള ബന്ധം. ആക്കെ പോട്ടെ, നിങ്ങളെ മുഖത്ത് എന്താണ് സുഖമില്ലാത്ത മാതിരി? പനി പിടിച്ചോ? വല്ലാണ്ടുണ്ടല്ലോ. വയ്യ, വല്ലാത്ത തലവേദന. ഞാനകത്ത് കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടാ? നിൽക്കാനും ഇരിക്കാനും വയ്യ. തല വെട്ടിപ്പൊളിക്കണ പോലെ. ഞാൻ ഒരു മരുന്ന് തരട്ടെ? എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പിറപ്പ് പോലെയാണപ്പാ. ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട്, നമുക്കത് നോക്കിയാലോ? ചീരോമുളകിൻ്റെ ചെടിയുണ്ട് ഇവിടെ. ഹാ, ദേ നിൽക്കണ സാധനം. ഏടെയാന്ന് അമ്മി? ആ അതേരിക്കണ്. വേണ്ട വേണ്ട പൊതുവാളെ. പൊതുവാള് പൊയ്ക്കോളൂ. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങണ്ടല്ലേ. ഞാൻ അരച്ച് നെറ്റിയിലിട്ടോളാം. എന്നാ ഇതൊന്ന് നെറ്റിയുമ്മ പുരട്ടിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കിടക്കും. ഇങ്ങോട്ട് കിടന്നോ, ഞാൻ പുരട്ടിത്തരാം. മടിക്കണ്ടെന്ന്. തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല്. കിടന്നോ. ആ മരുന്ന് പുരട്ടിയിട്ടില്ല. രണ്ടു ദിവസം മുമ്പ് കൂടി ഇവിടെ വന്നപ്പോ സുമിത്രയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചതാ. എന്തൊരു സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു 11 മണിക്ക് ഇതിലേ പോകുമ്പോൾ സുമിത്ര മുരിങ്ങേരെന്നുള്ളുന്നത് കണ്ടതാ. ചിലരെ വേഗം വിളിക്കും, ചിലരെ എത്രയായാലും വിളിക്കില്ല. ചുടുന്നു തന്നെയാ നല്ലത്. രാവിലെ മുതൽ ഓടി നടന്ന ഒരാൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വീട്ടുകാർക്ക് ചോറിറങ്ങുമോ? അത് നേരാണ്. കൺമുമ്പിൽ കത്തിത്തീർന്ന് വെണ്ണീറാവുന്നത് കാണാമല്ലോ ഇതാവുമ്പോൾ. വാസുദേവൻ ഓഫീസിലോട്ട് വരുത്തി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി പോറുമ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു. ദാ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിപ്പെടുത്തിക്കൊള്ളാം. അത് വേണ്ടായിരുന്നു, ഞാൻ നാളെ കൃഷി ഓഫീസിലേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു. പിന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തു ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചായ ചായയൊന്നും വേണ്ടായിരുന്നു. അനസൂയമൊക്കെ സുഖം തന്നെയല്ലയോ?